وإلى حضرات أبراره وإخوانه وأزواجه وأولاده وآله وأهله أجمعين وإلى حضرات مشايخنا ومشايخ سلسلتنا يا رب العالمين وإلى حضرات رؤسائنا ورؤساء جمعيتنا ورؤساء جمعية أهل السنة والجماعة وإلى حضرات جميع المؤمنين والمؤمنات اللهم اغفر لهم وارحمهم اللهم ارفع درجاتهم عندك يا ذا الجلال والإكرام اللهم بهم وبحقهم يسر عسيرنا وسهل أمورنا اللهم اشف أمراضنا وأمراض مرضانا وأمراض آبائنا وأمراض رؤسائنا يا شافي الأمراض والماهرين والغافلين يا شافي يا كافي يا عافي يا رب العالمين اللهم بارك لنا في جميع أمورنا وفي جميع خدماتنا لا سيما في أمر الدين الذي نحن فيه يا رب العالمين اللهم اغفر لنا ولا تكن علينا اللهم انصرنا ولا تنصر علينا اللهم انصرنا على من عادانا يا رب العالمين اللهم انصرنا على من طغى علينا يا خير الناصرين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. വിമർശിക്കുകയല്ല, എല്ലാവരും ചിലപ്പോഴേ വണ്ടിയൊക്കെ കുറച്ച് താമസിച്ചെന്ന് തോന്നേക്കും. ഏതായാലും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പങ്കെടുക്കാൻ സാധിക്കുന്നു, തയ്യാറാകണം. അൽഹംദുലില്ലാ ഞാനും വളരെ നേരത്തെയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറിയായിട്ട് വന്നത്. അതിനുശേഷം ഒന്നാമത്തെ ടോപ്പിക്കോടുകൂടെ നൂറ്റിക്കണക്കിന് മദ്രസകൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ ആളുകൾ പരാതി പറയും, ഉസ്താദ് കടക്കൽ ഉസ്താദ് ആദ്യം കൊണ്ടുവന്ന മദ്രസ പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പോൾ വടക്കൊക്കെ തലവരും അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഈരാറ്റുപുഴ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സമസ്തയുടെ മദ്രസകളാണ്. ഞാൻ അവിടെ ചിലപ്പോൾ പറഞ്ഞാണ്, ഉസ്താദെ പലരും ഞങ്ങൾ നിർബന്ധിച്ച് കടക്കൽ ഉസ്താദിൻ്റെ വാർത്ത കൊണ്ടുവരുന്നത് മദ്രസ പോകും എന്നും പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു. അതൊക്കെ പോയിടത്തൊക്കെ ഇങ്ങോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിച്ചതുമാണ്. കാരണം നമ്മളെ ആക്രമിച്ചൊന്നുമില്ല. ഇത് ദക്ഷിണ കേരളമാണ്, നമ്മൾ വടക്കോട്ട് പോകുന്നില്ല. തിരുക്കൊച്ചി സ്റ്റേറ്റ്, തിരുക്കൊച്ചി നമ്മൾ സംഘടന രൂപം കൊള്ളുമ്പോൾ വേറെ ഒരു സംഘടനയും ആരും ഇവിടെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇവിടെ ഒന്നും ഉള്ളപ്പോൾ പിന്നെ അവർ വരേണ്ട കാര്യമില്ല, ഇല്ലെങ്കിൽ വേണം നേരത്തെ വരണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ദക്ഷിണ കേരളത്തിലുള്ളതാണ്. ദക്ഷിണ കേരളത്തിലുള്ള മദ്രസകൾ ദക്ഷിണ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണം. അൽഹംദുലില്ലാ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പാഠപുസ്തകങ്ങൾ കുറവുണ്ടായിരുന്നു, റിക്കാർഡുകൾ കുറവുണ്ടായിരുന്നു, എല്ലാം കുറവുണ്ടായിരുന്നു, മുപ്പത്തിഷന്മാർ കുറവുണ്ടായിരുന്നു. ഞാൻ ആദ്യം സെക്രട്ടറിയായിട്ട് വരുമ്പോൾ 2 പേരേ ഉള്ളൂ, 2 പേരും ഫുൾ ടൈം ഇല്ല. മുപ്പത്തിഷൻ 10, 12, 14 പേര് അൽഹംദുലില്ലാ നമുക്ക് മുപ്പത്തിഷന്മാരായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ എല്ലാ ക്ലാസ്സിലേക്കും പാഠപുസ്തകങ്ങളുണ്ട്, അതും പരിഷ്കരിച്ച പുസ്തകങ്ങളാണ്. അൽഹംദുലില്ലാ മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത നിലയിലുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ തെക്കൻ കേരളത്തിലുള്ള പണ്ഡിതന്മാർ അവരെ ഭാഷാപരമായിട്ടും മറ്റുമൊക്കെ കുറച്ച് മെച്ചമാണ് മറ്റുള്ളവരെക്കാളെന്നൊക്കെയുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ പുസ്തകം പരിഷ്കരിക്കുന്നവരുമൊക്കെ നല്ല നിലയിൽ പരിഷ്കരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തഫ്തീഷ് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ മദ്രസകളിലും അത് നടന്നു വരികയാണ്. പിന്നെ പാഠപുസ്തകങ്ങളും ഒക്കെ സമയത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള മദ്രസകൾ നമ്മുടെ തന്നെ പ്രവർത്തിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനമെടുത്ത അൽഹംദുലില്ലാ ഈരാറ്റുപേട്ട, മൂവാറ്റുപുഴ, കാഞ്ഞിരപ്പള്ളി
മേഖലയോടുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പ്രേരണ എഴുതിയപ്പോൾ ഓരോ മേഖല മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പ്രതിഫലം അല്ലാഹു തരും, അങ്ങനെ ചിന്തിക്കണം. ഇവിടെ ഒന്നും നോക്കണ്ട. പക്ഷേ നീ കാരണമായി ഒരാൾ ഹിദായത്തിലാകുക ലോകം മുഴുക്ക സമ്പാദിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ മദ്രസകൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിലൂടെ എത്രയോ കുട്ടികൾ ഹിദായത്തിലാകുന്നു, നേരെയാകുന്നു. അതുകൊണ്ട് എൻ്റെ ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ശമ്പളം കമ്മിറ്റിക്കാരെത്ര കുറച്ച് തരട്ടെ, അല്ലെങ്കിൽ മറ്റേ തഫ്തീഷ് നടത്തുന്നതിന് എത്ര കുറച്ച് തരട്ടെ എന്ന് തരട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ദീനീ പ്രവർത്തനം നടത്തിയാൽ ഇതിൽ കൂടി കുട്ടികളും മറ്റു ഉസ്താദന്മാരും നല്ല നിലയിൽ വന്നാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ വിജയിക്കും. ഇതിൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയികളായിത്തീരും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള യോഗങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. എനിക്ക് ഇന്നലെ ഒരു യോഗത്തിനാണ് എനിക്ക് പോകാനൊക്കെ വന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് 8-9 ദിവസം ഒരു ആശുപത്രി കിടന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഉറക്കം ഒഴിയരുത്, ഡാക്ടർമാർ പറഞ്ഞു ഉറക്കം ഒഴിയരുത്, ഉറക്കം ഒഴിഞ്ഞാൽ അസുഖമൊക്കെ കൂടിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ യോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ദയനീയ അവസ്ഥ സ്ഥാനത്തും പറഞ്ഞു, അവിടെ എനിക്ക് വരാൻ 12 മണിയാകുമ്പോൾ വരുമ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, നേരത്തെ അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് വരാം, അതിന് ഞാൻ സഹകരിക്കാം, കാലത്തെ വരാം, അല്ലെങ്കിൽ വൈകിട്ട് ഉറങ്ങാൻ സമയത്ത് എത്താൻ സാധിക്കും. അങ്ങനെ 1-2 യോഗങ്ങൾ നഷ്ടപ്പെട്ടതല്ലാതെ വേറെ യോഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരും നമുക്കെന്ത് ദുന്യതയായ എന്ത് പ്രതിഫലം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പറയണം. അതുപോലെ നമ്മുടെ ഇഖ്ലാസ് വേണം. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എനിക്ക് ഞാൻ ശമ്പളത്തിലല്ല പഠിപ്പിക്കുന്നത്, എനിക്ക് അല്ലാഹുവിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ശമ്പളം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ശമ്പളം എനിക്കെന്തെങ്കിലും തരും അത് ഞാൻ സ്വീകരിക്കുന്നതല്ലാതെ നമുക്ക് നമ്മുടെ നീയത്തിലായിരിക്കണം, നീ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് ആ നിലയിൽ നമ്മളെല്ലാവരും കഴിയാൽ നമ്മുടെ മദ്രസകൾ നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കൊണ്ട് ഒന്നുകൂടി നല്ല നിലയിൽ കയറാൻ സാധിക്കും. നമുക്ക് നല്ല എല്ലാവരും ആത്മാർത്ഥമായി അതിനെ പ്രവർത്തിക്കണം. നമുക്ക് ശമ്പളം അതിൻ്റെ തരാതിരിക്കട്ടെ, കുറച്ച് കൂടട്ടെ, ആ പ്രശ്നമല്ല. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്ക് അല്ലാഹുവിന്റെ പ്രവർത്തനം കിട്ടാൻ വേണ്ടിയാണ്. ഈ മദ്രസയുടെ ഉത്തരവാദിത്വം എനിക്കാണ്. ആ നല്ല നിലയിൽ ഒരു ദിവസം മുടങ്ങാൻ പാടില്ല, കുട്ടികൾക്ക് വളരെ മണം പാടില്ല എന്ന് കരുതി നല്ല നിലയിൽ നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദുനിയാവിലെ ആദായം നോക്കണ്ട. അവർ ശമ്പളം എത്ര തരട്ടെ തരാതിരിക്കട്ടെ കൊടുക്കട്ടെ, പക്ഷേ ഈ എൻ്റെ മദ്രസ എൻ്റെ കുട്ടികളെ നല്ല നിലയിലേക്ക് പഠിപ്പിക്കണം. എനിക്കൊരു ദിവസം മുടങ്ങാൻ പാടില്ല. അവരെ ദീനിയായ നിലയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾ മദ്രസയിൽ 10, 12, 15 ഒക്കെ വയസ്സായ കുട്ടികൾ പോയാലും അവരെ നിസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ ചില ഉസ്താദന്മാർ ശ്രദ്ധിക്കുന്നില്ല. ചിലർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ കർശനമായി നോക്കുന്നുണ്ട്. പക്ഷെ ചിലർ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഉസ്താദന്മാരോട് എനിക്ക് പറയാനുള്ളത്, മദ്രസയിൽ 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിച്ചില്ല അടിക്കണമെന്നാണ് രക്ഷകർത്താക്കളോട് പറയുന്നത്. അതുകൊണ്ട് 10 വയസ്സിന് ആയിക്കഴിഞ്ഞാൽ നിസ്കരിക്കാത്ത കുട്ടികളെ നമ്മൾ അടിക്കണം, അതിന് നിർദ്ദേശിക്കണം, നിർബന്ധിക്കണം. ദീനിയായ നിലയിൽ തന്നെ കുട്ടികളെ വളർത്തണം. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മദ്രസകളെല്ലാം വരും. നമ്മുടെ മദ്രസകളെ ഒന്നും പോകില്ല. അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങളെ പലരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്.
കൃത്യ ടൈമിൽ തന്നെ നമ്മൾ മദ്രസയിൽ ഹാജരാകണം. മദ്രസയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പത്രം വായിക്കാനോ ഒന്നും നടക്കരുത്. അതിനൊക്കെ മുമ്പൊക്കെ ചെയ്യുവാൻ ഇപ്പോഴാരും ചെയ്യുന്നില്ല. പത്രം വായിക്കാനോ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന ശ്രദ്ധ തന്നെ ഉണ്ടാകണം. അപ്പോഴും വേറെ മാറ്റിപ്പോകാൻ പാടില്ല. അത്യാധികാരികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളെ നമസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ നിർബന്ധമായി നമസ്കരിപ്പിക്കണം കുട്ടികളെ. 10, 12, 15, 16, 17 വയസ്സായ കുട്ടികൾ പലരും നമസ്കരിക്കാതെ ഉണ്ട്. ചില മദ്രസയിൽ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അത് ഉസ്താദന്മാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഉസ്താദന്മാർ കുട്ടികൾ നിർബന്ധമായി നമസ്കരിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കണം. മദ്രസയിൽ വരുന്നതിന് കൃത്യമായ കൃത്യനിഷ്ഠ കൊടുക്കണം. അതുപോലെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനുമൊക്കെ അങ്ങനെ നമ്മൾ നിയന്ത്രിച്ച് നല്ല നിലയിൽ കൊണ്ടുപോയാൽ നമ്മുടെ മദ്രസകൾ ഉയരും, കുട്ടികൾ നന്നാവും, എല്ലാ നിലയിലും നല്ല പേര് നമുക്ക് കിട്ടും. നമ്മളിലേക്ക് മറ്റുള്ള മദ്രസകൾ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദന്മാർ പലരുമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ ആത്മാർത്ഥമായ നിലയിൽ ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കും എങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. നമ്മൾ നിയത്ത് ഇവിടെ വച്ച് നമുക്ക് ശമ്പളം എത്ര തരട്ടെ തരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ജമാഅത്തിന് എത്ര ആരോഗ്യം ഉണ്ടാകാതിരിക്കട്ടെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം. നീ കാരണമായി ഒരാൾ നന്നാകാൻ ലോകം മുഴുവൻ സമ്പാദിക്കുന്നതിന് കടുത്തമാണെന്ന് എൻ്റെ നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ നന്നാക്കിയെടുക്കണം. അവർക്ക് ഹിദായത്ത് കൊടുക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ദീനിയാത്ത് പഠിപ്പിക്കണം, നിസ്കാരം പഠിപ്പിക്കണം. ആ നിലയിൽ അവരെ നന്നാക്കിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. നിങ്ങൾ അതുകൊണ്ട് എല്ലാ ഉസ്താദന്മാരും ഈ നിയത്ത് വയ്ക്കണം. ശമ്പളം നമുക്ക് കുറച്ച് നേരത്തെ കുറയാതെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ശമ്പളം നമ്മൾ ചോദിക്കാതെ തന്നെ കമ്മിറ്റിക്കാർ തരുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ഒരു യോഗത്തിനും മുടങ്ങരുത്. മദ്രസകളിൽ നിന്ന് കൃത്യ ടൈമിൽ തന്നെ നമ്മൾ പങ്കെടുക്കാൻ സാധിക്കണം. ആ നിലയിൽ കുട്ടികളെ ദീനിയായ നിലയിൽ വളർത്തി കൊണ്ടുവന്നാൽ ദുനിയാവുമായി ആഖിറവുമായി നമ്മൾ നല്ല നില ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കമ്മിറ്റിക്കാരും നമ്മളോട് ആത്മാർത്ഥത കാണിക്കും. അതുകൊണ്ട് നമ്മൾ ദുനിയാവും വിജയിക്കും, ആഖിറവും വിജയിക്കും. റഹ്മുറാഹിമിനെ അല്ലാഹു നമ്മളെയൊക്കെ ഉഖ്റവിയായ ആലിമീങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തട്ടെ. നമുക്ക് ആഖിറം ഇന്ത്യയും വിജയിക്കണം എന്നുള്ള നിയത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കട്ടെ. ആത്മാർത്ഥമായ നിലയിൽ മദ്രസകൾ നല്ല നിലയിൽ കൊണ്ടുപോകാനും അല്ലാഹു അത് അവർക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മുറാഹിമിനെ അല്ലാഹു ഞങ്ങളുടെ ഈ സംഘടന, ഞങ്ങളുടെ ഉസ്താദന്മാർ പട്ടിണി കിടന്നുകൊണ്ടാണ് ഇതിനു വേണ്ടി ആദ്യമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഉസ്താദന്മാർ കെട്ടിപ്പടുത്താതെ നമുക്കൊക്കെ കടമപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ ഉയർത്തിയെടുക്കണം, വളർത്തിയെടുക്കണം. ദക്ഷിണ കേരളത്തിലുള്ള എല്ലാ മദ്രസയും നമ്മുടെ സംഘടനയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അത് വിജയിക്കും. അതിൻ്റെ പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടും. നമ്മുടെ ലക്ഷ്യം ഇതാണ്, എടുക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് തെക്കൻ കേരളത്തിൽ നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുള്ളതുമായാണ് അതിൻ്റെ പ്രവർത്തനം ശക്തമാക്കണമെന്നുള്ളത് നമ്മുടെ ദീനിയായ ലക്ഷ്യം കൂടിയാണ്. ആ നിലയിൽ ആത്മാർത്ഥമായ നിലയിൽ പ്രവർത്തിക്കണമെന്ന് ഞാനാണ് പറയാനുള്ളത്. നമ്മളെല്ലാവരും ഐക്യത്തോടുകൂടി ഒരു അസൂയം വെക്കാൻ പാടില്ല. നമ്മൾ ഒരു ചരടിൽ കോർത്ത പൗരങ്ങളെ പോലെ നമ്മൾ പ്രക്ഷോഭിക്കണം. ദക്ഷിണ കേരളത്തിലുള്ള ആലിമീങ്ങൾ അൽഹംദുലില്ലാ അത് ഞാൻ സ്തുതിക്കുകയാണ്. നമ്മുടെ ദക്ഷിണ കേരളത്തിലുള്ള ആലിമീങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നവരോ ആക്ഷേപിക്കുന്നവരോ ഇല്ല. പരസ്പരം സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരിക്കണം. അത് തുടരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല കാര്യത്തിലും മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു സംഘടനയായി അല്ലാഹുവിനെ ഉയർത്തട്ടെ. നമ്മളെല്ലാം ഉഖ്റവിയ ആലിമീങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. കുറച്ചുകൂടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം ആഖിറത്തിൽ കിട്ടാൻ ഈ ലോകത്ത് ഒരു ലോകമാന്യത ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ കിട്ടുകയില്ല. അല്ലാഹ് ഈ സംഘടന ഖിയാമത്ത് നാൾ വരെ ഈ നിലനിർത്തണം. കുറച്ചവരെ ഇതിൽ പ്രവർത്തിക്കുന്നവർ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകാതെ ദീനിയായാലും വരാനും വളരാനും തൗഫീഖ് നൽകണം റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും കരുണാവാക്യമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ മഹത്തായ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ സംസാരം നടത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.